ആദ്യമേ പറയുകയാണെങ്കിൽ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സാം പ്രിപ്പറേഷൻ്റെ ഏറ്റവും കീ ആയിട്ടുള്ളൊരു ഒരു കമ്പോണൻ്റ് ആണ്. അതായത് നമ്മൾ എക്സാം പ്രിപ്പറേഷൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത്. ചില കുട്ടികൾ, അല്ലെങ്കിൽ ഞാൻ തന്നെ, എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ എക്സാം ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തിയറി ഗ്യാപ്പുകളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇനിയും കുറച്ചുകൂടെ ഒന്ന് പഠിച്ച് തീർക്കണം, ഒന്ന് തിയറി സ്ട്രോങ് ആക്കണം എന്നൊക്കെ അവസാന ഫേസിൽ തോന്നാറുണ്ട്. പക്ഷേ അത് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ആ ഒരു തിയറി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് തിയറി തന്നെ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ചെയ്യുകയാണ്. ബിക്കോസ് ഈ തിയറിയുടെ ആപ്ലിക്കേഷനാണ് പ്രധാനം. ഈ തിയറി അറിഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ എക്സാമിൽ പാസ്സാകുന്നില്ല. നമ്മൾ ആ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനനുസരിച്ച് ആ തിയറി അപ്ലൈ ചെയ്യുകയാണ് പ്രധാനം. അപ്പോൾ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിൻ്റേതായ എക്സാമിൻ്റെ എൻവയോൺമെൻറ്റിൽ തന്നെ ചെയ്യുക എന്നത്, അത് ആ ഒരു എൻവയോൺമെൻറ്റിൽ തന്നെ ചെയ്യുന്ന രീതി പ്രാക്ടീസ് ചെയ്തെടുക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഞാനൊരു ഓൺലൈൻ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫോണിൽ തന്നെ ഞാൻ ഒരു ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു മോക്ക് ടെസ്റ്റ് 3 മണിക്കൂർ ടൈമിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന അത്രയും ചെയ്ത് തീർത്തിട്ട് ടൈമർ സ്റ്റോപ്പ് ആകുമ്പോൾ നിർത്തുക.